ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളയപ്പവും അതിലേക്ക് ഒരു ചെറുപയർ കറി ഉണ്ടാക്കണ വീഡിയോ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു കപ്പിന് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാനിതിന് എടുത്തിട്ടുള്ളത്. 3-4 പ്രാവശ്യം കഴുകി 6 മണിക്കൂർ കുതിർത്താൻ വെച്ചതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ അരി എടുത്ത കപ്പിൽ തന്നെ ഒരു 1/4 ഭാഗം തേങ്ങ ചിരകിയത്, ആ കപ്പിൽ തന്നെ ഒരു 1/4 ഭാഗം ചോറ്, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1/2 ടീസ്പൂണ് ഈസ്റ്റ്, ഇതൊക്കെ കൂടി ഈ കഴുകി വെച്ച അരിയിലേക്ക് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ഇപ്പം ഞാൻ ഇടുന്നില്ല, ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന സമയത്തെ ഉപ്പിടുള്ളൂ. ഇനി ഇത് അരച്ചെടുക്കുക. 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കണത്. ആദ്യം ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. തണുത്ത വെള്ളത്തിലാണ് അരയ്ക്കണതെങ്കിൽ മിക്സിയുടെ ജാറ് ചൂടാവാതെ നല്ലോണം അരിഞ്ഞു കിട്ടും. ഒരു പാകത്തിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. 2 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്, ഇനി 1 പ്രാവശ്യം കൂടി അരച്ചെടുക്കാനുണ്ട്, അതുകൂടി അരച്ചെടുക്കുക. ഇപ്പോൾ അരി മുഴുവനും അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളപ്പത്തിൽ ഞാൻ അപ്പക്കാരൊന്നും കൂട്ടില്ല കേട്ടോ. ഇനി കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒരു 5-8 മിനിറ്റ് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. മാവ് ഞാൻ രാത്രി 7 മണിക്കാണ് തയ്യാറാക്കി വയ്ക്കുന്നത്. ഈ രാവിലെ ഒരു 6 മണി ആകുമ്പോഴാണ് ഈ മാവ് എടുത്തിട്ട് അപ്പം ചുടാൻ പോകുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് കാണാം. അടച്ചു വയ്ക്കുക. മാവ് നല്ലോണം പതിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു പാകത്തിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് അവിടെ നിൽക്കട്ടെ, ഇനി കറീൻ്റെ പണി നോക്കുക. 1/4 ഗ്ലാസ് ചെറുപയറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് ഇനി കഴുകി കുക്കറിലേക്ക് ഇടുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ചെറുപയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, 2 പച്ചമുളക് കീറിയത്, ഇതൊക്കെ കൂടിയിട്ടിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഈ ചെറുപയർ കറി വെന്ത് വരുന്ന സമയത്ത് തേങ്ങ ചിരകിയത് പിഴിഞ്ഞൊഴിക്കുകയോ അല്ലെങ്കിൽ അരച്ച് ചേർക്കുകയോ ചെയ്യട്ടോ. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഓരോ കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല കുത്തായിട്ട് വന്നു കണ്ടില്ലേ. വെള്ളപ്പം ചുടുന്ന സമയത്തെ ചട്ടി ആദ്യം നല്ലോണം ചൂടായതിന് ശേഷം സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ അപ്പം ചുട്ടെടുക്കാനായിട്ട്. ഈ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കുക. ഇനി കറി എന്തായി നോക്കുക. 3 വിസിൽ വന്നപ്പോഴത്തേക്കും ചെറുപയറൊക്കെ നല്ലോണം വെന്ത് വന്നിരുന്നു. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. രാവിലെ തിരക്കായത് കാരണം അതൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഈ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു അടിപൊളി ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചെറുപയർ കറി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരം വരെ ഇരുന്നാലും ഈ വെള്ളപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കും വേണം, അഭിപ്രായം അറിയിക്കും വേണേ.